ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കോർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 6mm വൈറ്റ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 4mm ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഗോൾഡൻ കളറാണ്. നമുക്ക് മാല പോലെ കോർക്കാം. ഒരുപാട് ലെങ്ത്തിൽ കോർക്കണ്ട. നിങ്ങൾക്കത് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്ത് തുടങ്ങുക. വീഡിയോ കണ്ടിട്ട് ചെയ്ത് തുടങ്ങുക. നമ്മൾ മാലയായിട്ട് ചെയ്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഗിയർ വയറിൽ ആദ്യം നമ്മൾ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ചെറിയൊരു ലെങ്ത്തുള്ളൊരു മാലയായിട്ട് നമ്മൾ കോർത്തിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു OHP ഷീറ്റാണ് കേട്ടോ. നോർമലി നമ്മൾ എടുക്കുന്നത് ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ക്യാൻവാസ് ആണ്. അപ്പോൾ എനിക്ക് സാധാരണ ഫെൽറ്റ് ഷീറ്റിലും ക്യാൻവാസിലൊക്കെ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു അടിഭാഗം ഉണ്ടല്ലോ ചിലപ്പോൾ എടുത്ത് കാണിക്കും. പിന്നെ നമ്മുടെ ഒരു സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും ഒരു വൈറ്റ് ബാഗ് നമ്മൾ ബേസ് വയ്ക്കുമല്ലോ, ചിലപ്പോൾ അതിലങ്ങടെ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, ഇത് ഞാൻ OHP ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു വൈറ്റ് സ്റ്റോണ് 8mm വൈറ്റ് ഹാഫ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇതേപോലെ ഒരു സ്റ്റോൺ ചെയിൻ, ഞാൻ നേരത്തെ ഇത് അളവ് കട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് അങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അല്പം നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്തുള്ള ഷേപ്പ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം പുറകു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു അഭംഗി എടുത്ത് കാണിക്കില്ല. പക്ഷെ നമുക്ക് ക്യാൻവാസിലോ ഫെൽറ്റ് ഷീറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. കണ്ടില്ലേ, നമ്മൾ പടിയിൽ ചെറിയൊരു ഭാഗം കട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മാലയുണ്ടല്ലോ, അതെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിക്കെട്ടി കൊടുക്കുക കേട്ടോ. എനിക്ക് പ്രാവശ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഫോൾട്ട് പറ്റിപ്പോയി. എന്താണെന്നറിയോ, നമ്മുടെ ഒരു ക്യാമറയിൽ നിന്നിട്ട് ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ പാതിയും നമ്മുടെ ഈ ഒരു സ്ക്രീനിൻ്റെ പുറത്തേക്കായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നത്. നമ്മൾ ഈ 2 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ നോർമലി ചെയ്യുന്ന നമ്മുടെ വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകതയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ 2 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഗിയർ വയർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ. ചുറ്റിയിട്ട് ഏകദേശം ഞാൻ പകുതിയും ചുറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു വർക്ക് കാണുമ്പോൾ മനസ്സിലാകും. പകുതി ചുറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ഏകദേശം എണ്ണം കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഊഹം മനസ്സിലായിട്ടുണ്ടാവും, കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു 6 സ്റ്റോണും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 ബീഡ്സൊക്കെ കേട്ടോ, 10 കോർത്തതിന് ശേഷമാണ് തോന്നുന്നു ഞാൻ ആക്കിയത്. ഞാൻ 7000 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഗ്ലൂ ഗണ്ണ് ഞാൻ ആദ്യം ഉപയോഗിച്ചു, പക്ഷേ എനിക്ക് അത്ര വലിയ സുഖം തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു സ്റ്റോൺ ലേസ് ശരിക്കും ഒരു റെയിൻബോ ഫീലുള്ള ഒരു ഭയങ്കര തിളക്കമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഉണങ്ങാനായിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വർക്ക് തുടങ്ങിയാൽ ആ സ്റ്റോൺ അങ്ങോട്ട് ഇളകി പോകും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അറ്റം വരെ ചുറ്റി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുള്ളൊരു എലഗൻറ്റ് ലുക്കിലുള്ളൊരു കിഡിലൻ ഹെയർ ബാൻഡാണ്. നമുക്കിതിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് എന്നുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.